ഹായ്, ഞാൻ ജോംസി ബാബു. JB ക്രിയേഷൻ കേസ് സ്റ്റഡിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ സ്ത്രീ സുരക്ഷാ പദ്ധതിയെക്കുറിച്ചാണ്. കേരള സർക്കാരിൻ്റെ ഈ വർഷം പ്രഖ്യാപിച്ച പെൻഷൻ സ്കീമായ സ്ത്രീ സുരക്ഷാ പദ്ധതിയിൽ 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള എല്ലാ ജോലിയില്ലാത്ത സ്ത്രീകൾക്കും ഒരു സാമ്പത്തിക സഹായം നൽകുന്നതാണ് ഈ പദ്ധതി. പ്രതിമാസം 1000 രൂപ വെച്ച് 12,000 രൂപയാണ് ഈ പദ്ധതിയുടെ ധനസഹായമായിട്ട് നമുക്ക് ലഭിക്കുന്നത്. മറ്റു പെൻഷനുകളുടെയോ ക്ഷേമ പദ്ധതികളുടെയോ പരിധിയിൽ വരാത്ത സ്ത്രീകൾക്ക് സാമ്പത്തിക സഹായം നൽകുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ സ്ത്രീകൾ, ട്രാൻസ് സ്ത്രീകൾ എന്നിവർക്കാണ് ഈ പദ്ധതിയിൽ അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത്. എന്തൊക്കെയാണ് യോഗ്യത എന്ന് നോക്കാം. 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം. സർക്കാരിൻ്റെ മറ്റൊരു സാമ്പത്തിക സഹായ പദ്ധതിയിലും അംഗമായിരിക്കരുത്. കേരളത്തിൽ സ്ഥിരതാമസമായിരിക്കണം. അന്ത്യോദയ അന്ന യോജന AAY മഞ്ഞക്കാർഡ്, മുൻഗണനാ വിഭാഗം PHH പിങ്ക് കാർഡ് എന്നിവയിൽ ഉൾപ്പെട്ടവരായിരിക്കണം. നീല, വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് യോഗ്യതയില്ല എന്നുള്ള കാര്യം ഓർക്കുക. പിന്നെ വിധവ, അവിവാഹിത വനിതാ പെൻഷൻ, വൈകല്യ പെൻഷൻ, ക്ഷേമനിധി, ബോർഡ് പെൻഷനുകൾ, സേവനം, കുടുംബം, EPF പെൻഷനുകൾ എന്നിവർക്കുള്ള അപേക്ഷയും സാധിക്കില്ല. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ സ്ഥിരം അല്ലെങ്കിൽ കരാർ നിയമം നേടിയവർക്കും പദ്ധതിയിൽ അപേക്ഷിക്കാൻ സാധിക്കില്ല. അതായത് കരാർ അടിസ്ഥാനത്തിലൊക്കെ നമ്മൾ സർക്കാർ ഓഫീസുകളിൽ 6 മാസം, 2 മാസം, 3 മാസത്തിനൊക്കെ കയറുന്നവർക്കും ഈ പദ്ധതിയിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതോടൊപ്പം അപേക്ഷ ചെയ്യുന്ന ആ വ്യക്തി, ഗുണഭോക്താവ് മരണപ്പെട്ടാൽ ആനുകൂല്യ അവകാശികൾക്ക് കൈമാറാൻ കഴിയില്ല. അതുപോലെ തന്നെ ഗുണഭോക്താവ് 1 മാസമോ അതിലധികമോ ജയിൽ ശിക്ഷ അനുഭവിക്കുകയോ റിമാൻഡ് ചെയ്യപ്പെടുകയോ ചെയ്താൽ ആ കാലയളവിൽ ധനസഹായം അവർക്ക് കിട്ടുകയില്ല. ഈ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരെണ്ണം നമ്മൾ തെറ്റിച്ചു കൊടുത്താൽ നമുക്ക് 18% പലിശ അടക്കമാണ് അവരുടെ ശ്രദ്ധയിൽപ്പെട്ട നമ്മൾ പൈസ തിരിച്ചടയ്ക്കേണ്ടത്. അപ്പോൾ എല്ലാവരും അത് ഓർത്ത് കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നമുക്ക് ഇനി അപ്ലൈ ചെയ്യാൻ എന്തൊക്കെ ഡോക്യുമെൻ്റ് കാര്യങ്ങൾ വേണമെന്ന് നോക്കാം. ആദ്യം നമുക്ക് അതിനകത്ത് വെരിഫൈ ചെയ്യാനായിട്ട് നമ്മുടെ ആധാർ നമ്പർ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ആധാർ നമ്പർ, അതോടൊപ്പം നമ്മുടെ റേഷൻ കാർഡ് ഡീറ്റെയിൽസ്, അത് ഓട്ടോമാറ്റിക് ഫെച്ച് ചെയ്ത് വരുന്നുണ്ട്. ഇല്ലാത്തവർക്ക് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം റേഷൻ കാർഡ് ഡീറ്റെയിൽസ്. അതുപോലെ നമ്മുടെ ജനന സർട്ടിഫിക്കറ്റ്, സ്കൂൾ സർട്ടിഫിക്കറ്റ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട്, ഈ 4 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മുടെ ഏജ് തെളിയിക്കുന്നതിനുള്ള ഒരു സർട്ടിഫിക്കറ്റായി നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അതോടൊപ്പം നമ്മുടെ ഒരു ഫോട്ടോയും അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. അതെല്ലാം നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കാനായിട്ട് IFSC കോഡ്, ബാങ്ക് അക്കൗണ്ട് നമ്പർ കാര്യങ്ങൾ നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്ലോഡ് ചെയ്യേണ്ടതില്ല, ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇത്രയും ഡോക്യുമെന്റ് നമ്മൾ ഈ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന നേരത്ത് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. അപ്പോൾ ഇനി എങ്ങനെ നമുക്കിത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് സ്വയമേ ചെയ്യാം, അല്ലാത്തവർക്ക് അക്ഷയ വഴി CSC സെൻറ്റർ വഴിയൊക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ്. എങ്ങനെ ചെയ്യുന്നത് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിനായി നമുക്ക് ksmart.lsgkerala.government.in എന്ന സൈറ്റിൽ പോവുക. KSmartൻ്റെ സൈറ്റിലേക്ക് കയറുക. ഇതിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. രജിസ്ട്രേഷൻ ചെയ്തവർക്ക് ലോഗിൻ ചെയ്യും, ചെയ്തിട്ടില്ലാത്തവർക്ക് രജിസ്റ്റർ എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതിൽ 3 ഓപ്ഷൻ ഉണ്ട്: ഇൻസ്റ്റിറ്റ്യൂഷൻ, സിറ്റിസൺ, ലൈസൻസ്. അതിൽ സിറ്റിസൺ രജിസ്ട്രേഷൻ എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഈ ഡിക്ലറേഷൻ ഇത് ടിക്കിട്ട് കൊടുക്കുക. ഇംഗ്ലീഷ് വേണ്ടവർക്ക് ഇംഗ്ലീഷ്, മലയാളം വേണ്ടവർക്ക് മലയാളം ക്ലിക്ക് ചെയ്ത് വായിച്ചു നോക്കാം. അതിൽ നിന്നിട്ട് പ്രൊസീഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട്: രജിസ്റ്റർ വിത്ത് ആധാർ നമ്പർ അല്ലെങ്കിൽ രജിസ്റ്റർ വിത്ത് അതർ മെത്തേഡ്. അതിൽ എളുപ്പം നമുക്ക് രജിസ്റ്റർ വിത്ത് ആധാർ നമ്പറാണ്. നിങ്ങളുടെ ആധാർ നമ്പർ കൊടുത്ത് ഗെറ്റ് OTP ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പേര് കൊടുത്ത് നമുക്ക് ഇവിടെ രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഞാൻ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ട് അതുകൊണ്ട് ലോഗിൻ ചെയ്യുകയാണ്. ലോഗിൻ ചെയ്യാനായിട്ട് ഇവിടെ ലോഗിൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ 3 ഓപ്ഷൻ ഉണ്ട്: സിറ്റിസൺ, ഒഫീഷ്യൽ ഓർഗനൈസേഷൻ. അതിൽ സിറ്റിസൺ എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് അതിലേക്ക് വരുന്ന OTP വെരിഫൈ ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന രണ്ടാമത്തെ സ്ത്രീ സുരക്ഷാ സ്കീം എന്ന ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ കാണുന്ന ഈ ഇമേജിൽ ഒന്ന് ആ പ്ലസ് ചിഹ്നത്തിൽ മൗസ് ഓവർ ചെയ്യുമ്പോൾ ആപ്ലിക്കേഷൻ ഫോർ സ്ത്രീ സുരക്ഷാ പെൻഷൻ എന്ന ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യാം. ആദ്യം നമുക്ക് ഇതിൽ ആധാർ, റേഷൻ കാർഡ് ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. ഇവിടെ നിങ്ങളുടെ ലോക്കൽ ബോഡി ഡീറ്റെയിൽസ് ആദ്യം ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ആദ്യം നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുക.
അതിനുശേഷം നിങ്ങളുടെ മുനിസിപ്പാലിറ്റിയാണോ കോർപ്പറേഷനാണോ പഞ്ചായത്താണോ എന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഏതാണ് മുനിസിപ്പാലിറ്റി ഏതാണോ കോർപ്പറേഷൻ അത് സെലക്ട് ചെയ്യുക. ലോക്കൽ ബോഡി നെയിം, അതിനുശേഷം നിങ്ങളുടെ വാർഡ് നമ്പർ ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ആധാർ വെരിഫിക്കേഷൻ ആണ്. ഇവിടെ നിങ്ങളുടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നെയിം ഇൻ ഇംഗ്ലീഷ് ആസ് പെർ ദി ആധാർ, ഈ ആധാറിൽ കൊടുത്തിരിക്കുന്ന പേര് ഇംഗ്ലീഷിൽ തെറ്റാതെ ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം വാലിഡേറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്കിവിടെ ഒരു ആധാറിൻ്റെ ഒരു എഗ്രി ഇത് സ്റ്റേറ്റ്മെൻറ്റ് വരുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് വായിച്ച് നോക്കാവുന്നതാണ്. അത് നമ്മളിവിടെ ഐ എഗ്രി എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് അക്സെപ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ നമ്മുടെ ഇതിന് നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ യോഗ്യരായി എന്നുള്ളതിന് അതർ വാലിഡ് എന്ന് പറഞ്ഞ ഗ്രീൻ ലെറ്റർ ഇവിടെ കാണിക്കുന്നതാണ്. നിങ്ങളുടെ ആധാർ നമ്പറും റേഷൻ കാർഡും ഓട്ടോമാറ്റിക് ലിങ്ക് ആയതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങളുടെ റേഷൻ കാർഡ് ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ട്. ആധാറും റേഷൻ കാർഡും ലിങ്ക് ചെയ്യാത്തവർക്ക് ഇവിടെ റേഷൻ കാർഡ് ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കാനുള്ള ഓപ്ഷൻ വരും. അത് നിങ്ങൾ ഡീറ്റെയിൽസ് കൊടുക്കുക, റേഷൻ കാർഡ് നമ്പറൊക്കെ കൊടുത്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇവിടുന്ന് എടുക്കുക. എന്നിട്ട് ഇവിടെ താഴെ പ്രൊസീഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്ത രണ്ടാമത്തെ സെക്ഷൻ നമ്മളുടെ ആപ്ലിക്കൻ്റ് നെയിം ആൻഡ് ഡീറ്റെയിൽസ് ആണ്. നമ്മുടെ ജെൻഡർ, നമ്മളെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ നിങ്ങൾക്ക് ആധാറിൽ കൊടുത്തിരിക്കുന്ന ഡേറ്റ് ഓഫ് ബർത്തും നിങ്ങളുടെ ഒറിജിനൽ ഡേറ്റ് ഓഫ് ബർത്തും പ്ലസ് ഏജ് പ്രൂഫായിട്ട് നിങ്ങൾ എന്ത് ഡോക്യുമെൻ്റ് ആണോ അപ്ലോഡ് ചെയ്യുന്ന ആ ഡോക്യുമെൻറ്റിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് വേണം ഇവിടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ. ശ്രദ്ധിക്കണം, ഓട്ടോമാറ്റിക് ഇവിടെ ഡേറ്റ് വരുന്നുണ്ട്. അതെന്നാണോ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെൻറ്റിലെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് നിങ്ങൾ നോക്കണം. ബർത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നവർ അതിൽ കൊടുത്തിരിക്കുന്ന ഡേറ്റ് വേണം ഇവിടെ കൊടുക്കാൻ. ചിലവരുടെ ആധാറും പാൻ കാർഡും ഇതെല്ലാം വ്യത്യാസമായിരിക്കും ഡേറ്റ് ഓഫ് ബർത്ത്. അതിപ്പോൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഏതാണോ, ഏജ് പ്രൂഫായിട്ട് അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെൻ്റ് ഏതാണോ അതിലെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടുന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ശ്രദ്ധിക്കണം, ഇത് ഓട്ടോമാറ്റിക് ഫെച്ച് ചെയ്യുന്നുണ്ട്. ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അതോടൊപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ പേരിവിടെ ഇംഗ്ലീഷിലും ആധാറിൽ കൊടുത്തിരിക്കുന്ന പേരിവിടെ ഇംഗ്ലീഷിലും മലയാളത്തിലും ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പം മലയാളത്തിൽ ടൈപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഗൂഗിളിൽ മലയാളം ഇൻപുട്ട് ടൂൾ എന്ന് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ അവിടെ നിങ്ങൾക്ക് മലയാളം ടൈപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അവിടെ നിന്ന് നിങ്ങൾക്ക് മലയാളത്തിൽ ടൈപ്പ് ചെയ്തിട്ട് ഇവിടെ വന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാം. പിന്നെ കെയർ ഓഫ് ആരാണോ അത് നിങ്ങൾ ആധാറിലുള്ളതുപോലെ കൊടുക്കുക. ഇപ്പം വൈഫ് ഓഫ് ആണെങ്കിൽ ഹസ്ബൻഡിൻ്റെ നെയിമും അത് മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കണം, ഇംഗ്ലീഷിലും മലയാളത്തിലും. അടുത്ത് നിങ്ങളുടെ അഡ്രസ് ഡീറ്റെയിൽസ് ആണ്. അത് നിങ്ങളുടെ ഹൗസ് നമ്പർ, ഹൗസ് നെയിം, ഹൗസ് നമ്പർ ആണ് ആദ്യം കൊടുക്കേണ്ടത്, അത് ശ്രദ്ധിക്കുക. അതിനുശേഷം ഹൗസ് നെയിമും മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതുപോലെ ലോക്കൽ പ്ലേസ് മലയാളത്തിൽ കൊടുക്കണം, ലോക്കൽ പ്ലേസ് ഇൻ ഇംഗ്ലീഷ്. അത് മെയിൻ പ്ലേസ് മലയാളത്തിൽ കൊടുക്കണം. അതുപോലെ നിങ്ങളുടെ പിൻകോഡ്, പോസ്റ്റ് ഓഫീസ്, നിങ്ങളുടെ മൊബൈൽ നമ്പർ, ഇത്രയും കാര്യങ്ങൾ ഇവിടെ കൊടുത്ത് നമുക്ക് താഴെ പ്രൊസീഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് പൂർത്തിയാകുന്ന സ്റ്റെപ്പുകളെല്ലാം ടിക്കറ്റ് വരുന്നുണ്ട്. അടുത്ത് നമുക്ക് നമ്മുടെ ജോബ് ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. ഇവിടെ 4 ഓപ്ഷൻ ഉണ്ട്: സ്റ്റുഡൻറ്റ്, ഹോം മേക്കർ, ജോബ് സീക്കർ, എംപ്ലോയിഡ്. ഇതിൽ ഹോം മേക്കർ എന്ന ഇതാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. സ്റ്റുഡൻസ് ആണെങ്കിൽ സ്റ്റുഡൻസ് എടുക്കുക. എംപ്ലോയിഡ് ഒക്കെ ആണെങ്കിൽ അതിൻ്റെതായ കാര്യങ്ങൾ അവിടെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടി വരും. അപ്പം നമ്മൾ ഹോം മേക്കർ എടുത്തു. തൊഴിൽ രഹിതർക്കാണ് ഇത് കൂടുതലായിട്ട് കൊടുക്കുന്നത് എന്ന കാര്യം നിങ്ങൾ ഓർക്കുക. പ്രൊസീഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് അടുത്ത് നമുക്ക് ബാങ്ക് ഡീറ്റെയിൽസ് ആണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. നിങ്ങളുടെ ബാങ്ക് നെയിം കൊടുക്കുക, ബാങ്ക് നെയിം സെലക്ട് ചെയ്യുക, അതുകൊണ്ട് അതിൻ്റെ ബ്രാഞ്ച് സെലക്ട് ചെയ്യുക. അതിൻ്റെ IFSC കോഡ് ഓട്ടോമാറ്റിക് വരുന്നതായിരിക്കും. പിന്നെ അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്യുക. അക്കൗണ്ട് നമ്പർ ഒന്നുകൂടെ എൻട്രി ചെയ്യണം. പ്രൊസീഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്ത സെക്ഷൻ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുകയാണ്. ഇവിടെ ഏജ് പ്രൂഫായിട്ട് നമ്മൾക്ക് ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്, സ്കൂൾ സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്. ഇതൊന്നും കയ്യിലില്ലാത്തവർക്ക് നിങ്ങൾക്ക് ഒരു മെഡിക്കൽ അസിസ്റ്റൻറ്റിൻ്റെ ഓഫീസറുടെ ഏജ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഒരു ഏജ് സർട്ടിഫിക്കറ്റ് ഇതിനകത്ത് ഡോക്യുമെൻ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്കിവിടെ അപ്ലോഡ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മളുടെ ഫോട്ടോയും ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അത് നമുക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട സൈസ് എന്ന് പറയുന്നത് 2 MB കൂടുതൽ ആവാൻ പാടില്ല, അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. 2 MB ആണ് മാക്സിമം പറയുന്നത്. അത് അപ്ലോഡ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ പ്രൊസീഡ് എന്ന ബട്ടൺ വീണ്ടും ക്ലിക്ക് ചെയ്യാം.
സക്സസ് ആണെങ്കിൽ ഇവിടെ ഇതുപോലെ ഗ്രീൻ ടിക്ക് മാർക്ക് കാണും. ഓക്കെ കൊടുത്ത് പ്രൊസീഡ് കൊടുക്കുക. അടുത്ത എലിജിബിലിറ്റി ഡീറ്റെയിൽസ് ആണ്. നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്ന ആർക്കൊക്കെയാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ആർ യു പേഴ്സൺ റിസീവിങ് എ സർവീസ് പെൻഷൻ? എന്തെങ്കിലും പെൻഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് ഉണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയാൽ അത് നമ്മൾ നോ കൊടുത്തു. ആർ യു പേഴ്സൺ റിസീവിങ് ആൻ EPF പെൻഷൻ? അത് ഇല്ലാന്ന് നോ കൊടുത്തു. ആർ യു പേഴ്സൺ റിസീവിങ് എ ഡിപ്പെൻഡന്റ് പെൻഷൻ? മറ്റെന്തെങ്കിലും പെൻഷൻ കിട്ടുന്നുണ്ടോ എന്ന്. ആർ യു പേഴ്സൺ റിസീവിങ് എ പെൻഷൻ അണ്ടർ NPS? അതും നോ കൊടുത്തു. പിന്നെ അടുത്ത്, ആർ യു പെർമനന്റ് റെസിഡന്റ് ഓഫ് ദി കേരള സ്റ്റേറ്റ്? കേരളത്തിൽ നിങ്ങൾ സ്ഥിരതാമസക്കാരാണോ എന്ന്. അത് നമ്മൾ എസ് കൊടുക്കുക. സ്ഥിരതാമസക്കാർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ആദ്യമേ നമ്മൾ പറഞ്ഞിരുന്നു. അടുത്തത്, ഈസ് ദി ആപ്ലിക്കൻ്റ് എ പേഴ്സൺ എംപ്ലോയിഡ് പെർമനന്റ് കോൺട്രാക്ട് ഡെയിലി വേജ് ഇൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്കീംസ് യൂണിവേഴ്സിറ്റി അതർ ഓട്ടോണമസ് ബോഡീസ് ഓൺഡ് ബൈ ദി സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ്? അങ്ങനെ എന്തെങ്കിലും എംപ്ലോയിഡ് ആണെങ്കിൽ കൊടുക്കാൻ പറ്റില്ല. അതും നമ്മൾ നോ കൊടുക്കുക. പ്രൊസീഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. സ്ക്രോൾ ചെയ്ത് സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇപ്പം നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം വെച്ചിട്ട് ഒരു ആപ്ലിക്കേഷൻ പ്രിവ്യൂ കാണിക്കുന്നുണ്ട്. ഇത് നിങ്ങളെല്ലാം വായിച്ച് നോക്കുക. എന്തെങ്കിലും തെറ്റ് തിരുത്തിയിട്ടുണ്ടെങ്കിൽ ബാക്ക് അടിച്ച് നമുക്ക് തെറ്റ് തിരുത്താൻ സാധിക്കുന്നതാണ്. എല്ലാം ഓക്കെ ആണെങ്കിൽ താഴേക്ക് സ്ക്രോൾ ചെയ്യുക. പ്രൊസീഡ് എന്ന ബട്ടൺ വീണ്ടും ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു സാക്ഷ്യപത്രം വന്നു. നിങ്ങളുടെ പേര് എന്ന ഞാൻ സ്ത്രീ സുരക്ഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ട് 10/11/2025 അച്ചടി നമ്പർ 142/2025 ധന ഉത്തരവിലെ മാനദണ്ഡങ്ങളുടെ പരിധിയിൽ വരുന്ന വ്യക്തിയാണ്. അപേക്ഷയോടൊപ്പം അനുബന്ധമായി ചേർത്തിരിക്കുന്ന മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി അനർഹമായി ആനുകൂല്യം കൈപ്പറ്റുന്ന പക്ഷം കൈപ്പറ്റിയ തുകയും 18% പലിശയും സഹിതം തിരികെ ഈടാക്കുന്നതിന് എനിക്ക് സമ്മതമാണ്. ഇതിനാൽ സാക്ഷ്യപ്പെടുത്തുന്നു. അത് ഓക്കെ ആണെങ്കിൽ ഐ അഗ്രി എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ താഴെ നിങ്ങൾക്ക് ഒരു കൊടുത്തിരിക്കുന്ന മൊബൈലിലേക്ക് OTP വരും. ആ OTP ഇവിടെ വീണ്ടും ടൈപ്പ് ചെയ്ത് ഗെറ്റ് OTP കൊടുത്ത് വെരിഫൈ OTP കൊടുത്ത് നിങ്ങൾക്കിവിടെ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഒരു അക്നോളജ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ട്. ഈ ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾ ഫോണിൽ ഈ ഒരു സ്ക്രീന് ഫോട്ടോ എടുത്ത് വെക്കും. ഇവിടെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്നും കാണുന്നില്ല. അപ്പോൾ നിങ്ങൾ ഒന്നെങ്കിൽ ഇത് ഫോണിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, ഇല്ലെങ്കിൽ വാട്സപ്പിൽ ഈ നമ്പർ നമ്മൾ അക്നോളജ് നമ്പർ സേവ് ചെയ്ത് വെക്കുക. കാരണം പിന്നീട് ഇതിൻ്റെ സ്റ്റാറ്റസ് കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് നമുക്ക് ഈ അക്നോളജ് നമ്പർ ഉണ്ടെങ്കിൽ എളുപ്പമായിരിക്കും. അതിനുവേണ്ടിയാണ് ഇത് സേവ് ചെയ്ത് വെക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ഇതിനകത്ത് ക്ലോസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഓപ്ഷൻ തീർന്നു. ഇത്രയേ ഉള്ളൂ നമുക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഉള്ളത്. കാരണം ഇപ്പോൾ ഈ സൈറ്റിൽ അതങ്ങനെ ട്രാക്ക് ചെയ്യാനുള്ള ഓപ്ഷനോ സ്റ്റാറ്റസ് നോക്കാനുള്ള ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് നോക്കാനുള്ള ലിങ്കുകളൊന്നും അവൈലബിൾ അല്ല. പിന്നീട് അതൊക്കെ നമുക്ക് കിട്ടുമായിരിക്കും. ഇപ്പം നമ്മളിവിടെ ഇതിൽ ജസ്റ്റ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്താൽ മാത്രമേ ഉള്ളൂ. ഇനി ഇതിൻ്റെ വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരും. ഇപ്പം നമ്മളിത് നമ്മുടെ തദ്ദേശ സ്ഥാപനത്തിലേക്കാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇനി ഇതിനകത്ത് ഈ അക്നോളജ്മെൻറ്റ് ഡൗൺലോഡ് ചെയ്യാൻ ഓപ്ഷൻ ഇല്ല. അതുപോലെ തന്നെ നമ്മൾ സാധാരണ കേസ് നമ്മൾ എന്തെങ്കിലും ആപ്ലിക്കേഷൻ കൊടുത്താൽ ഇവിടെ നമ്മുടെ മൈ ആപ്ലിക്കേഷൻ ഫസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ വരുന്നതാണ്. അതും ഇതിനകത്ത് ഓപ്ഷൻ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ എത്രമാത്രം ഇനിയും പണികൾ ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇനിയും അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഉടനെ അവർ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പം നിങ്ങൾ ഇവർ പറഞ്ഞ പ്രകാരം ജസ്റ്റ് അപ്ലൈ ചെയ്തിടുക. അത്രയേ ഉള്ളൂ ഇതിനെക്കുറിച്ച് പറയാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. ആ അക്നോളജ്മെൻറ്റ് നമ്പർ എങ്ങനെയെങ്കിലും സേവ് ചെയ്ത് വെക്കുക. സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ മൊബൈലിൽ ആ നമ്പർ അങ്ങ് സേവ് ചെയ്ത് വെക്കുക, ആപ്ലിക്കേഷൻ നമ്പർ. കാരണം പിന്നീട് എന്തെങ്കിലും ഡീറ്റെയിൽസ് നോക്കണമെങ്കിൽ അത് നമുക്ക് ആ ഒരു നമ്പർ വേണ്ടി വരും. അല്ലെങ്കിൽ മൊബൈൽ നമ്പർ കൊടുത്തിട്ട് എന്തെങ്കിലും ഓപ്ഷൻ വരുമായിരിക്കും. നോക്കാം. അപ്പം ഇങ്ങനെയാണ് ഈ ഒരു പദ്ധതിയിലേക്ക് നമുക്ക് സ്വയമേ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പം ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഇതുപോലെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇതുപോലെയുള്ള അറിയിപ്പുകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. അറിയിപ്പുകൾ നിങ്ങൾക്ക് വാട്സപ്പിൽ ലഭിക്കാനായിട്ട് ചാനൽ കൂടി ഫോളോ ചെയ്യുക. ലിങ്ക് ക്ലിക്ക് ചെയ്ത് ചാനൽ കൂടി ഫോളോ ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്ന പ്രതീക്ഷയിൽ മറ്റൊരു അറിയിപ്പുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.